അപ്പൊ നമുക്ക് നോക്കാല്ലേ? വന്നിട്ടോ സംഗതി ആ കുഴപ്പ എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ബൈ. അങ്ങനെ തൃശൂർ അംഗ സുരേഷ് ഗോപി എടുത്തു. എക്സിറ്റ് പോൾ ഫലം ഫലിച്ചു. കേരളത്തിൽ BJP അക്കൗണ്ട്. ഇലക്ഷൻ റിസൾട്ടിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും UDF-നും ഇല്ല, സ്ഥാനാർത്ഥിക്കുമില്ല. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. നല്ല ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. എടാ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനേ കൊള്ളൂ. തൃശ്ശൂരിൽ താമര വിരിയുമെന്ന ആവേശത്തിലാണ് BJP പ്രവർത്തകർ. അതുപോലെ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ. 8 മണി കഴിഞ്ഞാൽ വാങ്ങും. ഈ BJP 3-ാം സ്ഥാനം പോകും. തീർച്ചയായിട്ടും കണക്കനുസരിച്ച് 3-ാം സ്ഥാനത്ത് പോകും. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായി. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത്. എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി. നിങ്ങൾ തെളിച്ചു പറയും. 4 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചു. സ്വന്തം വ്യക്തിപ്രഭാവത്തിലൂടെയാണ് സുരേഷ് ഗോപി ഈ മിന്നുന്ന വിജയം സ്വന്തമാക്കി. 4 ലക്ഷത്തിലേറെ വോട്ട് നേടിയാണ് സുരേഷ് ഗോപി വെന്നിക്കൊടി പാറിച്ചത്. രണ്ടു തവണ തോൽവിയറിഞ്ഞ ശേഷവും മണ്ഡലത്തിൽ തന്നെ തുടർന്ന് പ്രവർത്തിച്ചതും അനുകൂല ഘടകമായി. എന്തൊക്കെ ബഹളമായിരുന്നു. പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല. ഇവിടെ LDF ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ല. എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഇനി ഒരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. മത്സരിക്കാനൊരു മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടു. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. തീരുമാനമായല്ലോ. നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതെ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിച്ചൊന്നുമില്ല. പിന്നെ നല്ലോണം വലിഞ്ഞു കയറി. വഞ്ചിക്കില്ല, ചതിക്കില്ല, പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല, ഉറപ്പ്. പിന്നെ അല്ല സഹോ നീ പൊരിക്കടാ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.